നമസ്കാരം. BMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ആതിര രവീന്ദ്രൻ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മയിൽ ഫുഡ് സ്റ്റഫ്സ് മൂക്കന്നൂർ, പവർഡ് ബൈ ലിയോടെക് സോളാർ സൊല്യൂഷൻസ്, സിറ്റി ടവർ, സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ്, അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. ഭരണഘടനാ അവകാശങ്ങളുടെ കാവലാളാണെന്ന് രാഷ്ട്രപതി. ഭരണഘടനയുടെ 75-ാം വാർഷികാഘോഷ നിറവിൽ രാജ്യം. അവകാശങ്ങളുടെ കാവലാളാണ് ഭരണഘടനയെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ഇന്ത്യൻ ഭരണഘടനയുടെ 75-ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി പാർലമെന്റ് മന്ദിരത്തിലെ സെൻട്രൽ ഹാളിലെ സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. ഭരണഘടനാ ദിനാശംസകൾ നേർന്നുകൊണ്ടാണ് രാഷ്ട്രപതി സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള പ്രസംഗം ആരംഭിച്ചത്. രാജ്യത്തെ ഏറ്റവും പവിത്രമായ ഗ്രന്ഥമാണ് ഭരണഘടനയെന്നും ഭരണഘടന സാമൂഹിക രാഷ്ട്രീയ മേഖലകളുടെ ആധാരശിലയാണെന്നും രാഷ്ട്രപതി പറഞ്ഞു. അവകാശങ്ങളുടെ കാവലാണ് ഭരണഘടന. സമൂഹത്തിന്റെ നെടും തൂണാണ് ഭരണഘടന. ഭരണഘടനാ മൂല്യങ്ങൾ ഓരോ പൌരനും ഉയർത്തിപ്പിടിക്കണമെന്നും രാഷ്ട്രപതി ദ്രൌപദി മുർമു പറഞ്ഞു. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. തന്നെ മർദ്ദിച്ചു, ഭർത്താവിനെതിരെ വീണ്ടും പരാതി നൽകി പന്തീരങ്കാവ് പീഡനക്കേസിലെ യുവതി രാഹുൽ പോലീസ് കസ്റ്റഡിയിൽ. പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസിലെ യുവതിക്ക് വീണ്ടും മർദ്ദനമേറ്റ സംഭവത്തിൽ ഭർത്താവ് രാഹുലിനെതിരെ പരാതി നൽകി യുവതി. രാഹുൽ മർദ്ദിച്ചുവെന്ന് യുവതി പോലീസിനോട് പറഞ്ഞു. പന്തീരങ്കാവ് പോലീസിലാണ് യുവതി പരാതി നൽകിയത്. നിലവിൽ രാഹുൽ പോലീസ് കസ്റ്റഡിയിലാണ്. നേരത്തെ പരാതിയില്ലെന്ന് യുവതി പോലീസിനോട് പറഞ്ഞിരുന്നു. മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള യുവതി പോലീസ് എത്തിയപ്പോഴാണ് പരാതിയില്ലെന്ന് പറഞ്ഞത്. ഇതിന് പിന്നാലെ പരാതിയുണ്ടെന്നും പോലീസിൽ പരാതി നൽകുമെന്നും വ്യക്തമാക്കി യുവതിയുടെ അച്ഛൻ രംഗത്തെത്തിയിരുന്നു. ഇന്നലെ രാത്രിയാണ് യുവതിയെ മർദ്ദനമേറ്റ നിലയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. യുവതിയുടെ കണ്ണിലും മുഖത്തുമാണ് പരിക്കേറ്റിട്ടുള്ളത്. മുനമ്പം ഭൂമി തർക്കം സമവായത്തിലൂടെ പരിഹരിക്കണം, കുടിയിറക്കാൻ പാടില്ല കൊടിക്കുന്നിൽ സുരേഷ്. മുനമ്പം ഭൂമി തർക്കം സമവായത്തിലൂടെ പരിഹരിക്കണമെന്നും മുനമ്പം നിവാസികളെ കുടിയിറക്കാൻ പാടില്ലെന്നാണ് കോൺഗ്രസ് നിലപാടെന്നും കൊടിക്കുന്നിൽ സുരേഷ് MP പറഞ്ഞു. വഖഫ് നിയമഭേദഗതി ബില്ല് പരിഗണിക്കുന്ന ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയിലെ പ്രതിപക്ഷാംഗങ്ങൾ സ്പീക്കറെ കണ്ട് കൂടുതൽ സമയം ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് കൊടിക്കുന്നിൽ സുരേഷ് MP. ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി ചെയർമാൻ ഒട്ടും സുതാര്യമായ രീതിയിലല്ല ഈ കമ്മിറ്റി നടത്തുന്നതെന്നും ഇതിൽ ഒരുപാട് ആക്ഷേപങ്ങൾ പ്രതിപക്ഷത്തിനുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഓരോ വിജയങ്ങളും അംഗീകാരങ്ങളും ആദരവുകളും എല്ലാം ജീവിതകാലം മുഴുവൻ ഓർമ്മിച്ചിരിക്കേണ്ടതാണ്. പേസ് സൊല്യൂഷൻസ് ട്രോഫികൾ, മൊമെന്റോകൾ, മെഡലുകൾ, ID കാർഡുകൾ, പ്രിന്റഡ് ടീഷർട്സ് എന്നിവയ്ക്കായി കഴിഞ്ഞ 20 വർഷത്തെ സേവന പാരമ്പര്യം. പേസ് സൊല്യൂഷൻസ്, നിയർ ഗവൺമെന്റ് UP സ്കൂൾ, അഴകം, അങ്കമാലി. N. ശിവരാജന്റെ വിമർശനങ്ങൾ ഉൾക്കൊള്ളുന്നു, തെറ്റുണ്ടെങ്കിൽ തിരുത്തും C. കൃഷ്ണകുമാർ. BJP ദേശീയ കൌൺസിൽ അംഗം N. ശിവരാജൻ ഉന്നയിച്ച വിമർശനങ്ങളിൽ പ്രതികരണവുമായി C. കൃഷ്ണകുമാർ. തന്നെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഉൾക്കൊള്ളുന്നുവെന്നും തന്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ തിരുത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ സംസാരിച്ച് പരിഹരിക്കുക എന്നതാണ് പാർട്ടിയുടെ രീതി എന്നും അദ്ദേഹം പറഞ്ഞു. ശിവരാജനെതിരെ നടപടിയെടുക്കണമെന്ന് തനിക്ക് ആഗ്രഹമില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. തൃശൂർ വാഹനാപകടം, ഡ്രൈവറുടെ ലൈസൻസും വണ്ടിയുടെ രജിസ്ട്രേഷനും സസ്പെൻഡ് ചെയ്യുമെന്ന് മന്ത്രി KB ഗണേഷ് കുമാർ. തൃശൂർ തൃപ്രയാറിൽ നടന്ന അപകടത്തിൽ കടുത്ത നടപടിയുണ്ടാകുമെന്ന് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ.
വണ്ടിയുടെ രജിസ്ട്രേഷൻ റദ്ദാക്കുമെന്നും ഡ്രൈവറുടെ ലൈസൻസും റദ്ദാക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. ഡ്രൈവറല്ല, ക്ലീനറായിരുന്നു വണ്ടി ഓടിച്ചിരുന്നത്. ക്ലീനർക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ല. അലക്സ്, ജോസ് എന്നിങ്ങനെ കണ്ണൂർ സ്വദേശികളായ 2 പേരാണ് പോലീസ് കസ്റ്റഡിയിലുള്ളത്. 2 പേരും ഇപ്പോഴും മദ്യലഹരിയിലാണ്. 2 പേരും വാഹനമോടിച്ച സമയം മുഴുവൻ മദ്യപിക്കുകയായിരുന്നു. അപകടത്തിൽപ്പെട്ട 3 പേരുടെ നില ഇപ്പോഴും ഗുരുതരമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ട്രാൻസ്പോർട്ട് കമ്മീഷണർ അന്വേഷണം നടത്തി പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. കരുതിക്കൂട്ടിയുള്ള നരഹത്യ എന്ന് തന്നെ പറയാൻ സാധിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഷാജി പണം ചോദിച്ചെന്ന് ഒരു മൊഴിയെങ്കിലും കാട്ടിത്തരാമോ എന്ന് കോടതി. +2 കോഴ കേസിൽ സംസ്ഥാനത്തിന് തിരിച്ചടി. മുസ്ലിം ലീഗ് നേതാവ് KM ഷാജിക്കെതിരായ +2 കോഴ കേസിൽ സംസ്ഥാനത്തിനും ഇഡിക്കും തിരിച്ചടി. KM ഷാജിക്കെതിരായ വിജിലൻസ് കേസ് റദ്ദാക്കിയതിനെതിരായ ഹർജികൾ സുപ്രീം കോടതി തള്ളി. ഷാജി കൈക്കൂലി ആവശ്യപ്പെട്ടെന്ന് ഒറ്റമൊഴിയില്ലെന്ന് സുപ്രീം കോടതി നിരീക്ഷിച്ചു. ഷാജി പണം ചോദിച്ചെന്ന് ഒരു മൊഴിയെങ്കിലും കാട്ടിത്തരാമോ എന്നും കോടതി ചോദിച്ചു. 54 സാക്ഷിമൊഴികൾ പരിശോധിച്ചുവെന്നും ഇങ്ങനെയെങ്കിൽ എല്ലാ രാഷ്ട്രീയക്കാരെയും ഓരോ കേസിൽ പ്രതിയാക്കാമല്ലോ എന്നും കോടതി ചോദിച്ചു. എന്നാൽ അന്വേഷണം നടക്കുമ്പോൾ അത് പൂർത്തിയാകാതെ കേസ് റദ്ദാക്കിയത് ശരിയല്ലെന്നായിരുന്നു സംസ്ഥാനത്തിന്റെ വാദം. പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ ഒരു കൌൺസിലറെ എങ്കിലും കൂടുതലായി ജയിപ്പിക്കണം. സതീശനെ വെല്ലുവിളിച്ച് ശോഭാ സുരേന്ദ്രൻ. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ ഉയർന്ന വിവാദങ്ങളിൽ പ്രതികരണവുമായി BJP നേതാവ് ശോഭാ സുരേന്ദ്രൻ. BJP സംസ്ഥാന പ്രസിഡന്റ് നേരിട്ട് വിളിച്ചു പറഞ്ഞതുപോലെയാണ് മാധ്യമങ്ങൾ ഇന്നലെ ചില വാർത്തകൾ നൽകിയത്. എന്നാൽ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞ പണിയെല്ലാം എടുക്കുന്ന ആളാണെന്ന് പിന്നീട് വാർത്താസമ്മേളനത്തിൽ അദ്ദേഹം തന്നെ വ്യക്തമാക്കി. എന്നിട്ടും ഈ വാർത്തകൾ തുടരുകയാണെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. നിങ്ങളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് പരിപൂർണതയേകുവാൻ പുതുപുത്തൻ മോഡലുകളിലുള്ള വർണ്ണവസ്ത്രങ്ങൾ വൻ വിലക്കിഴിവിൽ. സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി പ്രമുഖ കമ്പനികളുടെ പാദരക്ഷകൾ വൻ വിലക്കിഴിവിൽ. ലേഡീസ് ബാഗ്, സ്കൂൾ ബാഗ്, ട്രാവൽ ബാഗുകൾ എന്നിവ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡലുകളിൽ ലഭ്യമാണ്. സിറ്റി ടവർ ഓപ്പോസിറ്റ് KSRTC ബസ് സ്റ്റാൻഡ്, അങ്കമാലി. ഫോൺ 0484245555. ശബരിമലയിൽ അമിത വില ഈടാക്കുന്ന കടകൾക്കെതിരെ നടപടി വേണം. തിരുമുറ്റത്തെ മൊബൈൽ ചിത്രീകരണത്തിൽ വിശദീകരണം തേടി. ശബരിമലയിൽ ഭക്തരിൽ നിന്നും അമിതമായ അനധികൃതമായി വില ഈടാക്കുന്ന കടകൾക്കെതിരെ കർശന നടപടിയെടുക്കണമെന്ന് ഹൈക്കോടതി. ശബരിമല തീർത്ഥാടനത്തിലെ ക്രമീകരണങ്ങളുമായി ബന്ധപ്പെട്ട ഹർജികൾ പരിഗണിച്ചുകൊണ്ടാണ് ഹൈക്കോടതി നിർദ്ദേശം. ഹൈക്കോടതി ദേവസ്വം ബെഞ്ചാണ് ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകിയത്. നിലയ്ക്കൽ, പമ്പ, സന്നിധാനം എന്നിവിടങ്ങളിലെ ഡ്യൂട്ടി മജിസ്ട്രേറ്റുകൾക്കാണ് നിർദ്ദേശം. നിശ്ചിത ഇടവേളകളിൽ കടകളിൽ പരിശോധന നടത്തണം. അമിത വില ഈടാക്കുന്നത് കണ്ടെത്തിയാൽ കർശന നടപടി എടുക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. തമിഴ്നാട്ടിൽ മഴ കനക്കുന്നു. 16 ജില്ലകളിലും പുതുച്ചേരിയിലും കാരയ്ക്കലിലും ഓറഞ്ച് അലർട്ട്. തമിഴ്നാട്ടിൽ മഴ കനക്കുന്നു. ചെന്നൈ അടക്കം സംസ്ഥാനത്തെ 16 ജില്ലകളിലും പുതുച്ചേരിയിലും കാരയ്ക്കലിലും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. മഴയെ തുടർന്ന് മയിലാടുതുറൈ, നാഗപട്ടണം, തിരുവാരൂർ ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധിയാണ്. മയിലാടുതുറൈ അടക്കമുള്ള മേഖലകളിൽ കടൽ പ്രക്ഷുബ്ധമാണ്. മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം. മയിലിന്റെ അപ്പം പൊടിയുണ്ടെങ്കിൽ ഇനി ആർക്കും ഉണ്ടാക്കാം. കൊതിപ്പിക്കുന്ന നല്ല 1-ാം തരം അപ്പവും പത്തിരിയും. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം.